സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു ഐഡിയ മാത്രമേ ഉണ്ടാവുന്ന. ഈശ്വരന്റെ മനസ്സിൽ പ്രപഞ്ചം സൃഷ്ടിക്കാന്നുള്ളൊരു ഐഡിയ തോന്നിക്കാണും. അങ്ങനെ അദ്ദേഹം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങനെ നോക്കിയാൽ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ഐഡിയ ബാസ് ഈശ്വരനാണ്. ആ ഈശ്വരനെ നമുക്ക് എന്ത് പേരിൽ വേണമെങ്കിലും വിളിക്കാം. ഭഗവാൻ, അള്ളാ, ഗോഡ്. ചില ആളുകൾ അതിനെ ഒരു എനർജി, അതായത് ഒരു ശക്തിയായിട്ടാണ് കാണുന്നത്. അതിനെ അനുഭവിക്കാൻ മാത്രമേ പറ്റൂ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഫൗണ്ടറിന്റെ മനസ്സിൽ അവരുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഐഡിയ തോന്നും. ഇന്ന് ആ ഈശ്വരന്റെ അനുഗ്രഹത്തോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐഡിയ ബാസ്, ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി. ഇവിടെ എപ്പോഴും ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. ഇനി നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസിനെ ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം റുക്കം ക്യാപിറ്റലിന്റെ ഫൗണ്ടർ, ഫസ്റ്റ് ഇൻവെസ്റ്റർ അർച്ചന ജാഗീർദാർ. ഇന്നോവേറ്റീവ് ഡിസൈൻസ്, ലക്ഷറി ആൻഡ് അഡ്വഞ്ചറിന്റെ മാസ്റ്റർ, ഡെല ലീഡേഴ്സ് ക്ലബിന്റെ ഫൗണ്ടിംഗ് ലീഡർ ജിമ്മി മിസ്ത്രി. അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ഓണ്ടർപ്രണർ, ഷീ ദ പീപ്പിളിന്റെയും ഗായത്രിയുടെയും ഫൗണ്ടർ ശൈലി ചോപ്ര. ആയുർവേദത്തെ ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് എത്തിച്ച പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും പെർഫെക്റ്റ് കോമ്പിനേഷൻ, യങ് ഓണ്ടർപ്രണേഴ്സിന്റെ ഫേവറേറ്റ് അർജുൻ വൈദ്യ. VC ഫ്രം വാഷിംഗ്ടൺ DC, സന്ദേശ് ശാരദ. ഓക്കെ, നമുക്കെന്നാ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഐഡിയ ബാസിനെ വിളിക്കാം. പലപ്പോഴും നമ്മുടെ പ്രോബ്ലങ്ങളുടെ സൊല്യൂഷൻ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും, പക്ഷേ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഒരു ഗ്ലോബൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസ്, കപിൽ ഭാട്ടിയ. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. താങ്കളുടെ പിച്ചിന് താങ്കൾ തയ്യാറാണോ? കുറച്ച് വെള്ളം കിട്ടുമോ? കപിൽ സാറിന് കുറച്ച് വെള്ളം കൊണ്ടുകൊടുത്തേ പ്ലീസ്. താങ്ക് യു. സോ ടൈറ്റൻസ്, ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്തുപറ്റി? ഈ ബോട്ടിലാണോ? ടൈറ്റൻസ്, നമ്മൾ ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. ബോട്ടിൽ വാങ്ങിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ബോട്ടിൽ വലിച്ചെറിയുന്നു. നിങ്ങൾക്കൊന്നും അറിയാമോ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ മിനിറ്റും 1,00,000-ൽ കൂടുതൽ പെറ്റ് ബോട്ടിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അറിഞ്ഞാൽ നിങ്ങളെല്ലാവരും സന്തോഷിക്കും. ഇതിൽ 85 തൊട്ട് 90% വരെയാണ് ബോട്ടിൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്നത്. അതുമാത്രമല്ല, ലോകത്തിൽ ഇന്ത്യയാണ് ബോട്ടിൽ റീസൈക്ലിങ്ങിൽ നമ്പർ 1 ആയിട്ടുള്ളത്. പക്ഷേ ഓരോ മിനിറ്റിലും 10 തൊട്ട് 15,000 ബോട്ടിൽ വരെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ചാൽ ഒരു 15-17 ദിവസങ്ങളിൽ ഈ ബോട്ടിൽസ് ഒക്കെ ചേർന്ന് ഒരു പ്ലാസ്റ്റിക് മല തന്നെയാവും. അത് നമ്മുടെ നാടിന്റെ ഉയർന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിനേക്കാളും വലുതാവും. ഇങ്ങനെ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ 18 മുതൽ 20 വരെ മലകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഭംഗിയുള്ള ഒരു കഥയാക്കി മാറ്റി ഞാൻ കപിൽ ഭാട്ടിയ മുംബൈയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. റീസൈക്കിൾ ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട നല്ല തുണിയുടെ ബ്രാൻഡ് യൂണിറാക്ക്. നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വേസ്റ്റ് ആണെന്ന് വിചാരിക്കുമ്പോൾ അത് നമുക്ക് ചവറുകൊട്ടയിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒരു റിസോഴ്സ് എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതുകൊണ്ടൊരു ടീഷർട്ടോ ബ്ലേസറോ ഉണ്ടാക്കാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ അതിശയിക്കും. നമ്മൾ സാധാരണ തുണിക്ക് പകരം ഈ റീസൈക്കിൾ ബോട്ടിൽ കൊണ്ട് തുണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ 30 തൊട്ട് 40% വരെ കാർബൺ എമിഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. യൂണിറാക്ക് കഴിഞ്ഞ 4 വർഷത്തിൽ ഏകദേശം 2 ലക്ഷം ഗാർമെന്റ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ 20 ലക്ഷം റീസൈക്കിൾ ബോട്ടിലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെയാണ് കാർബൺ എമിഷൻസ് കുറച്ചിട്ടുള്ളത്. യൂണിറാക്ക് ഒരു ഡെയിലി ഫാഷൻ വെയർ ബ്രാൻഡാണ്. ഇത് നിങ്ങളുടെ ഫാഷൻ നീഡ്സിനെ ഫുൾഫിൽ ആക്കുകയാണ് ചെയ്യുന്നത്. യൂണിറാക്കിന്റെ ഗോൾ ഒന്ന് മാത്രമാണ്: ടു റെഡ്യൂസ് കാർബൺ എമിഷൻസ് 1% അറ്റ് ദ ടൈം, 1 ഗാർമെന്റ് അറ്റ് ദ ടൈം. ഇപ്പൊ പറയൂ ടൈറ്റൻസ്, നിങ്ങൾ ഈ യൂണിറാക്കുമായി യോജിക്കാൻ തയ്യാറാണോ? ഞങ്ങളുടെ കൂടെ ചേർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലോബൽ സസ്റ്റൈൻ ബ്രാൻഡിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. താങ്ക് യു. ഈ ഐഡിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിസിനസിന്റെ ഐഡിയയും ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് ഒരു ട്രേഡ് ഷോയിൽ ഞാനൊരു
കസ്റ്റമറെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹമാണ് എന്നോട് നിങ്ങളെ കൊണ്ട് റീസൈക്കിൾ ബോട്ടിൽ കൊണ്ട് ജാക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഒരു ബിസിനസ്മാൻ ഒരിക്കലും നോ പറയരുതല്ലോ. ഞാൻ പറഞ്ഞു അതിനെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പോയി റിസർച്ച് ചെയ്തു. ഇന്ത്യയിൽ നിന്നൊന്നും കിട്ടിയില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് വന്ന് പറഞ്ഞു, നോക്കൂ, ഇദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഇയാൾ ഡ്രസ്സ് നിർമ്മിക്കുന്നുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തിന് കുറച്ച് സാമ്പിൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇതൊന്നും ചെയ്യാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്റെ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചു. അതിൽ നോക്കിയപ്പോൾ ഹാർപെറ്റ് ഫാബ്രിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചത് എൻ്റെ കയ്യിൽ തന്നെ വന്നു. അതിൽ നിന്ന് എനിക്ക് ഐഡിയ ഉദിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയിലുള്ള എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളും പ്ലാസ്റ്റിക് വേസ്റ്റ് കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. എൻ്റെ മകൻ, അപ്പോഴവന് 8 വയസ്സായിരുന്നു. അവൻ വീട്ടിൽ പഠിക്കുമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിത്തം. ഒരു ദിവസം പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഡു യു നോ ദാറ്റ് കടലിൽ മീനിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കും ഉണ്ടാവുക, അതും വരുന്ന 2050-നുള്ളിൽ നിന്ന്. നമ്മളും ഇതൊക്കെ കേട്ടതാണല്ലോ, അതുകൊണ്ട് ഞാനും പറഞ്ഞു ആ ശരിയാണെന്ന്. അപ്പോഴവൻ എന്നോട് പറയുക, എന്താ അറിയോ, എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അതായത് വരുന്ന തലമുറകൾ നമ്മളെയാണ് ബ്ലെയിം ചെയ്യുക എന്ന്. ഈ പ്രോബ്ലങ്ങളൊക്കെ പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു, ഐ തിങ്ക് ഇതൊരു ബ്രാൻഡായി മാറ്റേണ്ട സമയമെന്ന്. കാരണം ഇതിൽ റീസൈക്കിൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ യൂസ് ആവുന്നത് മാത്രമല്ല, കാർബൺ എമിഷൻസും കുറയുന്നുണ്ടെന്ന് മനസ്സിലായി. സാറിന്റെ പ്രൊഡക്റ്റിന്റെ പേരുണ്ടല്ലോ, യൂണിറെക്. ഇത് വളരെ യുണീക്കാണ്. ഇതിന്റെ പിന്നിലുള്ള ഐഡിയ എന്താണ്? വളരെ സിമ്പിളായ കാര്യമാണ് സാർ. നമ്മളെപ്പോഴും സർക്കാരിനെയാണ് ബ്ലെയിം ചെയ്യാറ്, കോർപ്പറേഷനെ ബ്ലെയിം ചെയ്യും, സൊസൈറ്റിയെ ബ്ലെയിം ചെയ്യും, ചവറുകൾ ക്ലീൻ ആക്കുന്നില്ലെന്ന് പറയും. പക്ഷേ ഞാനോ നിങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. യൂണിറെക് സ്റ്റാൻഡ്സ് ഫോർ യു ആൻഡ് ഐ റീസൈക്കിൾ. പ്രദീപ് സാർ, നിങ്ങൾ നല്ല ഫാഷനബിൾ ആണ്. ഇത് നല്ലതാണോ എന്ന് നിങ്ങൾ തന്നെ പറയും. കാണുമ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നുന്നു. ഇദ്ദേഹം UNI പറഞ്ഞിട്ട് എന്നെ ഓൾറെഡി ഇതിൽ ചേർത്തു. അതുകൊണ്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഇതിൽ സുന്ദരി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പ്രോജക്ട് സുന്ദരി. ഇതിന്റെ വേറെ റേഞ്ച് ആണോ? അതെ, ഇതിൽ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പഴയ തുണികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങളൊരു വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് കൊടുക്കുന്നു. ആ വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഈ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. സോ അതുകൊണ്ടാണ് ഞങ്ങൾ അവരെയും സുന്ദരി എന്ന് പറയുന്നത്. സോ ഈ മുഴുവൻ പ്രോജക്റ്റും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എൻ്റെ ഗ്രാൻഡ് മദർക്ക് വേണ്ടി. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ടൈം ആൻഡ് അഗൈൻ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ വരുന്നു, ഇദ്ദേഹത്തിന് ഒരു വഴി കാണിച്ചു കൊടുത്തിട്ട് പോകുന്നു. കപിൽ സാർ, ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി കേട്ടു. നമ്മുടെ മിനിസ്റ്റർമാരിൽ ഒരാൾ താങ്കളുടെ ഡ്രസ്സ് ധരിച്ചു എന്ന്. അതിനെപ്പറ്റി കൂടി ഒന്ന് പറയാൻ സാധിക്കും? അതെ, അത് നടന്നത് ഫെബ്രുവരി 2022-ലാണ്. അപ്പോൾ എൻ്റെ കോമ്പറ്റീറ്റർ ബ്രാൻഡിന്റെ ജാക്കറ്റാണ് മോദിജി അണിഞ്ഞിരുന്നത്. റീസൈക്കിൾ ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ തുണിയാണ് പാർലമെന്റിലേക്ക് ഇട്ടുകൊണ്ട് പോയത്. അപ്പോ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്നറിയോ, മോദിജി ഇട്ടല്ലോ, ഇനി എന്റെ തുണി ആരിടുവെന്നായിരുന്നു. അപ്പോഴാണ് ഓൺലൈനിൽ ഏത് മിനിസ്റ്ററാണ് ഇതിന് ശരിയാവുക ഇൻ ടേംസ് ഓഫ് സൈസിങ്. അല്ല, ഞാൻ ആലോചിക്കാൻ പാടില്ലല്ലോ ഇത് ഫിറ്റ് ആവോ ഇല്ലയോ എന്നൊന്നും. ഡൽഹിക്ക് പോവാനുള്ള ഒരു ജോലി വന്നു പോയി. അപ്പൊ ഞാൻ കൈയോടെ ഒരു 40 സൈസ് ജാക്കറ്റും കൊണ്ടുപോയി. എനിക്കറിയില്ല, ഒരു രാഷ്ട്രീയക്കാരെ അറിയില്ല. രാത്രി ഓൺലൈനിൽ ചെന്ന് ഡോക്ടർ ജയശങ്കർ എവിടെയാ ഉള്ളതെന്ന് തിരക്കി. പിറ്റേന്ന് കാലത്ത് 8 മണിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിലുണ്ട്. ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഫോറിൻ മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. അവിടെ തോട്ടക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന്. എനിക്കറിയാം ഇത് പ്രോട്ടോകോൾ അല്ലെന്ന് ഞാൻ പറഞ്ഞു. തെറ്റായിട്ടൊന്നും കരുതരുതെന്നും പറഞ്ഞു. തോട്ടക്കാരൻ പോയിട്ട് വന്ന് എന്നോട് പറഞ്ഞു, അതായത് സാറ് പറഞ്ഞത്രേ, അദ്ദേഹത്തിന്റെ ഓഫീസ് സൗത്ത് ബ്ലോക്കിലുണ്ട്, അവിടെ കൊണ്ടുപോയി ഈ ജാക്കറ്റ് കൊടുത്താൽ മതി എന്ന്. ഞാൻ അങ്ങനെ കാലത്ത് അവിടെ നിന്ന് നടന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അവരുടെ ഓഫീസിലെത്തി. അങ്ങനെ രണ്ടുപേരും അവിടെ വന്ന് ഓഫീസ് തുറന്നു. ഞാനപ്പോൾ ഇത് ഫോറിൻ മിനിസ്റ്ററുടെ അടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഫോൺ ചെയ്യുന്നു, ആരോ വരുന്നു, ജാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. വെള്ളിയാഴ്ച ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ജാക്കറ്റ് കൊടുക്കുന്നു. മൺഡേ മോർണിംഗ് ഒരു ഓൺലൈൻ മീറ്റിംഗിന് വേണ്ടി അദ്ദേഹം അത് ഇട്ടുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ജനങ്ങൾ അവരെ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നു അവരൊക്കെ നേതാക്കന്മാർ തന്നെയാണ്. ഒരു സാധാരണപ്പെട്ട മനുഷ്യന് പോലും ഇങ്ങനെ ഒരു അക്നോളജ് തരണമെന്ന് കരുതിയല്ലോ അവര്. ലോകം മുഴുവൻ കറങ്ങുന്നയാളാണ് അദ്ദേഹം. അപ്പോ തീർച്ചയായും അദ്ദേഹത്തിന് ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണെന്ന് പറയാലോ. അതും ഇത് ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യ. അതും വേസ്റ്റ് ടു വണ്ടർ. ഇത് എത്ര റെസിലിയൻസ് ആയിട്ടുള്ള സ്റ്റോറിയാ അല്ലേ? അബ്സല്യൂട്ട് പെർസ്യൂഡൻസിന്റെ സ്റ്റോറിയാണിത്. എല്ലാ സംരംഭകരും ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഒരാളുടെ സ്വപ്നം എങ്ങനെയാണ് അയാൾ നിറവേറ്റുക എന്നത് മനസ്സിലാക്കണം. നിങ്ങളാണ് അതിന്റെ പിനക്കിൾ. നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ക്യാമ്പസ് തരാം. ഓ വാവ്, നിങ്ങൾ ഗിഫ്റ്റും കൊണ്ടാണോ അതെ വന്നിരിക്കുന്നത്? മാഡം, ടൈറ്റൻസിനുള്ള ഗിഫ്റ്റാ. അർച്ചന, നിങ്ങളതൊന്നും ഇടാവോ? തീർച്ചയായും. എന്റെ
സംശയം എന്താ? അർച്ചന വളരെ ഫാഷനബിൾ ആണ്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പ്രതീക് എത്ര ഫാഷൻ ആയാളാ, എന്നിട്ടാണോ എന്നെ പറയുന്നത്? ഒരു കാര്യം എന്താന്ന് വെച്ചാ മെയിൻ ടീഷർട്ടിൽ പിക്കിൾ ബോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അർജുൻ ടാർഗറ്റ് മാർക്കറ്റ് ക്ലിയർ ആയി പറഞ്ഞു. ആക്ച്വലി കപിൽ സാറും ഞാനും മുൻപ് തന്നെ കണ്ടിട്ടുണ്ട്. ഈ ടീഷർട്ട് എന്റെ അടുത്തുണ്ട്, പിക്കിൾ ബോൾ ടീഷർട്ട്. ഓഹോ, അങ്ങനെയാണോ? കൊള്ളാമല്ലോ. അത് കൊള്ളാം. അർജുൻ, നിങ്ങൾ ഏത് ഫൗണ്ടറിനാണ് ഇതുവരെ കാണാത്തതെന്ന് പറയൂ. അയ്യോ, ആ 2 ടൈറ്റൻസിനോട് ഇങ്ങോട്ട് വരാൻ പറയേ, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ അവര് വിൻഡോ ഷോപ്പിംഗ് ചെയ്യും. സാർ, ഇവർ രണ്ടുപേരും ഇപ്പോ കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്താലേ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂ. താങ്ക് യു. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഫീഡ്ബാക്ക് എന്തായിരുന്നു? അതും പ്രത്യേകിച്ച് റിപ്പീറ്റ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റമർ റിട്ടേൺ റേറ്റ്, അതായത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ, അതായത് 18 മുതൽ 20% വരെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, എന്നാൽ നമ്മൾ ഇനി മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏകദേശം 50-50 എന്ന് തന്നെ പറയാം. 55% ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. ബാക്കി 45% ആളുകൾ ഇതില്ലെങ്കിലും ജീവിതത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. സോ താങ്കളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി ഒന്ന് പറയാമോ? എൻ്റെ ആസ്ക് എന്ന് പറയുമ്പോൾ 75 lakhs ഫോർ 1 person ഇൻ ദ കമ്പനി. സോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യുവേഷൻ പറഞ്ഞില്ലേ? സർ. 75 crores, സർ. റൈറ്റ്? സർ. ഓക്കെ, നിങ്ങളുടെ മന്ത്ലി ബേൺ റേറ്റ് എത്രയാണ്? വെറും ഓൺലൈനിൽ എൻ്റെ ബേൺ റേറ്റ് 2 lakhs ഫോർ മന്ത്, 2 to 3 lakhs ഫോർ മന്ത്. ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ടേൺ ഓവർ 10.5 crore. ഇവിടെ ഞങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് 25 മുതൽ 30 ലക്ഷം വരെയാണ് റെക്കോർഡ്. 30 ലക്ഷം അല്ലേ? അതെ. ഈ 30 ലക്ഷത്തിൽ നിങ്ങൾ 75 crore വാല്യുവേഷൻ എന്ത് വെച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് വിവരിക്കാമോ? സാർ, ഞാൻ 30 ലക്ഷം കൊണ്ടല്ല 75 crore വാല്യുവേഷൻ ചെയ്തത്. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 10.5 crore. ഇപ്പോ 4 മാസത്തെ ടേൺ ഓവർ നോക്കുമ്പോൾ 4 crore ആണ്. വി ആർ ഓൾ സെറ്റ് ടു, ഇവിടെ ഗോള് നോക്കുവാണെങ്കിൽ വി വിൽ അച്ചീവ് 20 crores ഓഫ് ബിസിനസ്. സോ കൺസർവേറ്റീവ്ലി ഞാൻ ആലോചിച്ചത് 15 കോടി തീർച്ചയായും പറ്റുമെന്ന് തന്നെയാണ്. ശരി, നിങ്ങൾ ഫ്യൂച്ചർ സെയിൽസിൽ 5 times മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്യൂച്ചർ സെയിൽസ് ഡിസ്കൗണ്ട് ചെയ്ത് തന്നെയാണ് 5 times മൾട്ടിപ്പിൾ ചെയ്തത്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അസ്യൂം ചെയ്യുന്നുണ്ട്, അതായത് B2C സെയിൽസ്, അതായത് നിങ്ങളുടെ യൂണിറെക് ഏകദേശം 4 മുതൽ 5 കോടി വരെ ചെയ്യാൻ പറ്റുമോ യൂണിറെക്കിൽ? പിന്നെ നിങ്ങളുടെ B2B സെയിൽസ് ഏകദേശം 10 മുതൽ 15. അതെ, അല്ലേ? B2B 10 to 15 crore. B2Bയുടെ സെയിൽസിന്റെ മൾട്ടിപ്പിൾ 1 മുതൽ 2 മടങ്ങ് വരെ നോക്കാം. അതിൽ അതുപോലെ ചെയ്യാൻ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഐ മീൻ ഐ വുഡ് സേ B2B റവന്യൂവിൽ നിങ്ങൾക്ക് ഒരു ഇത്രയൊന്നും ചെയ്യാൻ മടങ്ങ് പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നോക്കൂ, എനിക്ക് എല്ലാ ബിസിനസ്സിലും ഇൻട്രസ്റ്റ് ഉണ്ട്. ബ്രാൻഡ് ബിസിനസ്സിൽ നിങ്ങൾക്ക് വാല്യുവേഷൻ കിട്ടും, നിങ്ങൾക്ക് B2Bയിൽ തീർച്ചയായും കിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങളുടെ 75 crore വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കൂടുതലാണ്. ശരി, അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഈ കമ്പനിയുടെ ശരിയായ വാല്യുവേഷൻ എന്തായിരിക്കും? സന്ദേശ് സാർ, നിങ്ങളൊരു ടൈറ്റൻ ആണ്. നിങ്ങളോട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളൊരു ഓഫർ പറയൂ. ഞാൻ ഓഫർ കൊടുക്കണമെങ്കിൽ ആദ്യം ഞങ്ങൾ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചൊന്ന് കുറയണം. അതായത് അടുത്ത ഘട്ടം നമ്മളിപ്പോൾ ഹാൻഡ് ഷേക്ക് ചെയ്യണമെങ്കിൽ എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇതിന് നല്ല മത്സരമുണ്ട്. ഇദ്ദേഹത്തിന്റെ റവന്യൂ തീർച്ചയായും വളരാം, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ ഇന്നെനിക്ക് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കില്ല. താങ്ക് യു സർ. ഓക്കെ, അർച്ചന മാഡം, നിങ്ങൾ ഇതിനെ ഒരു വലിയ കമ്പനി ആക്കണമെങ്കിൽ 16 മണിക്കൂർ അല്ല 24 മണിക്കൂർ തന്നെ, അതായത് കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ യൂണിറെക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ വലുതാക്കി കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് വലിയ വാല്യൂഷൻ കിട്ടും. പക്ഷേ ഇപ്പൊ 5x വളരെ ജാസ്തിയാണ് ഫോർ എ അപ്പാരൽ B2C. സോ ഇതുകൊണ്ട് എനിക്ക് ഇന്ന് താങ്കളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ സോറി. ഐ എം നോട്ട് കൺവിൻസ്ഡ്. നിങ്ങളുടെ ഹാർഡ് വർക്കും കാഴ്ചപ്പാടും ഒക്കെ വളരെ നല്ലതാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആദ്യമേ കൺഗ്രാറ്റ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു. പക്ഷേ ഞാൻ സ്റ്റേ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. എനിക്ക് തോന്നുന്നത് there is a style in the t-shirt. ടീഷർട്ടിൽ ഒരു ബിഹേവിയർ ഉണ്ട് ആൻഡ് കണക്ഷൻ ഇൻ കമ്മ്യൂണിറ്റി ടീഷർട്ടും ഉണ്ട്. It doesn't go with the Nehru jacket or t-shirt jacket. I am talking like a customer. So just based on that feedback, but I do think that you have got a long way to go. Congratulations for your effort. ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ്. അവസാനമായി നമ്മുടെ DC2 എക്സ്പെർട്ട് ഇന്ത്യയുടെ പറയുന്നത് വളരെയധികം കോമ്പറ്റിറ്റീവായ ഫാഷൻ മാർക്കറ്റ്, 20-30% കസ്റ്റമേഴ്സ് കൂടുതൽ പണം നൽകണം, അത്രയും പണം ചെലവഴിക്കണം, അതും പ്ലെയിൻ ടീഷർട്ട്, പ്ലെയിൻ പോളോ, ജാക്കറ്റിന്. അത് വളരെ കോംപ്ലക്സ് ആയ ഒരു കാര്യമാണ്.
എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും. നിങ്ങൾ ജാക്കറ്റ്സും ചെയ്യുന്നുണ്ട്, ടീഷർട്ടും ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ബേസിക്സിൽ വരുന്നതാണ്. യൂണിറെക് എന്ന ബ്രാൻഡ് ബേസിക്സ് ആണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് വിജയിക്കാനും പറ്റും. ബ്രാൻഡിനെ സംബന്ധിച്ച് ഇത് വളരെ നന്നായി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ദേ ആർ മൂവിങ് അവേ ഫ്രം ലോഗോസ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് കൈ തരാൻ സാധിക്കില്ല. പക്ഷേ അടുത്ത വർഷം അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഗ്രോ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്രാൻഡ് കൂടുതൽ സക്സസ് ആയാൽ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. ഷുവർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എനിക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയില്ല എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അഡ്വൈസ് കിട്ടി. ഐ തിങ്ക് ദാറ്റ്സ് വെൽ ടേക്കൺ. വിൽ ഡെഫിനറ്റ്ലി റീവർക്ക് ഓൺ ദാറ്റ്.